നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഉദയഭാനുവിന് നേരെ തിരിഞ്ഞു മീനാക്ഷി പറഞ്ഞു, ഞാൻ ദേവമംഗലത്തുള്ള ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? സ്വർണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചോദ്യം പറച്ചിലും ഉണ്ടായിട്ടുണ്ടോ? ഇനിയിപ്പോ ഒന്നും കൊടുക്കാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തിന്റെ ഏതെങ്കിലും പേരില് ശ്രീദേവി ചേച്ചിക്ക് അതിന്റെ പേരില് എപ്പോഴെങ്കിലും ഒരു പഴി കേൾക്കേണ്ട വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരൊന്നും ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചേ? അത് കേട്ടതും ശ്രീകല പറഞ്ഞു, മോളെ ഒന്നുമില്ലാത്തടത്തെയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദേവിമോൾക്ക് ഒരു നല്ലൊരു ജീവിതം കിട്ടില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടാ എൻ്റെ ദേവിമോളെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കണം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളെപ്പോലെ അവള് കഷ്ടപ്പെട്ട് നരകത്തിൽ കിടന്ന് ജീവിക്കുന്ന കാണാനായിട്ട് ആഗ്രഹിക്കാത്തോണ്ടാ. ഒരച്ഛനും അമ്മയെന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടതും മീനാക്ഷി ദേഷ്യത്തോടെ പറഞ്ഞു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആന്റി ചെയ്യേണ്ടിയിരുന്നേ. ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അന്തസ്സോടുകൂടി പറഞ്ഞു വിടുമായിരുന്നു ചെയ്യേണ്ടേ. ഒരിക്കൽ പോലും ആനന്ദേണ്ട നല്ലൊരു കോടീശ്വരായ പെൺകുട്ടിയെ വേണമെന്ന് എൻ്റെ അച്ഛനും അമ്മയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ വേണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കില് നിങ്ങൾ ഇത്രയും വലിയ ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ദേവമംഗലത്തു നിന്ന് അച്ഛനും അമ്മയൊക്കെ ദേവി ചേച്ചിനെ ഇറക്കി വിടാനുള്ള പ്രധാന കാരണം അതാ. അമ്മ ഒരിക്കൽ പോലും ദേവി ചേച്ചിനെ ഒരു കാരണത്തിലും വേദനിപ്പിച്ചിട്ടില്ല. ഞങ്ങളെക്കാളും കൂടുതൽ കരുതലോട് കൂടിയിട്ടാ ദേവി ചേച്ചിയെ കണ്ടിരിക്കുന്നത്. ദേവി ചേച്ചിയുടെ കാര്യത്തിൽ അത്ര കെയറിങ് ആയിരുന്നു അമ്മയ്ക്ക്. എന്നിട്ടാണ് ഒരു നിമിഷം കൊണ്ടെല്ലാം തല്ലി ഉടച്ചത്. ശരിക്കും ഇവിടെ തെറ്റുകാരൻ നിങ്ങളാ. നിങ്ങൾക്ക് ഒരു വോയിസും ഇല്ല ദേവമംഗലത്തെ കുറ്റം പറയാനായിട്ട്. അത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, മോളെ ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. ഇവൾക്ക് ഇളയതട്ടന് അനുജത്തിയും കൂടെ ഉണ്ട്. അവളുടെ ജീവിതം എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇവിടെ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു ആലോചന പോലും വരത്തില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പം ഇതുപോലെ കള്ളത്തരത്തിലൂടെ ചതിയിലൂടെ അവളെയും കൂടെ കല്യാണം കഴിപ്പിച്ച് വിടാനായിരിക്കും നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരല്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, മീനു നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എന്താണെങ്കിലും ഞാൻ അതിന് സമ്മതിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ ജീവിതവും തകർന്നു പോയി. ഇനിയിപ്പോൾ എൻ്റെ അനുജത്തിയുടെ ജീവിതം കൂടെ തകരാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, മോളെ നീ വീട്ടിൽ ചെന്ന് അവരോട് എങ്ങനെയാലും ഒന്ന് സംസാരിക്കുക. മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എങ്ങനെയായിരുന്നു പറയാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഞാനിതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടാൻ പോകുന്ന എന്നെ ആയിരിക്കും. ദേവി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ദേവി ചേച്ചി പാവമെന്ന് എനിക്കറിയാം. നിങ്ങൾ കാരണം നിങ്ങളെപ്പോലെയുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ ജീവിതം എപ്പോൾ തൊലഞ്ഞെന്ന് ചോദിച്ചാൽ മതി. എനിക്ക് കൂടുതലായിട്ട് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു, ദേവി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ നോക്കാം. ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കാം. എങ്ങനെയും ദേവി ചേച്ചി അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രീദേവി ആശ്വസിപ്പിച്ചിട്ടാണ് മീനുവോട് ഇറങ്ങണേ. മീനു അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ശ്രീദേവിക്ക് അറിയാം മീനു ആണെങ്കിലും മിത്രയാണെങ്കിലും തന്നെ എത്ര അധികം സ്നേഹിക്കുന്നുണ്ട്, തന്നെ എത്ര കാര്യത്തോടു കൂടിയിട്ടാണ് കൊണ്ടുവരുന്നിരുന്നേ. എന്നിട്ട് അവരെയും താൻ ചതിച്ചു. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, അല്ല അവള് പോയിട്ട് പറയോ നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവോ? മിണ്ടരുത് അമ്മ, ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്. മീനാക്ഷി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതാ. പാവം ഒരു പക്ഷെ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്തൊക്കെ പറയുമെന്നറിയാവോ? മീന് സങ്കടത്തോടു കൂടിയിട്ടാണ് അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുന്നേ. ഈ സമയത്ത് ധർമ്മന്റെ അടുത്തേക്ക് അച്യുതം വന്നിട്ട് പറഞ്ഞു, എടാ നാളെ നിന്റെ കടയുടെ ഉദ്ഘാടനമാ. നാളെയോ? ഇത്ര പെട്ടെന്നോ? സുകന്യ പറഞ്ഞു, അതെന്താ ധർമ്മേട്ടാ, പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ പാടില്ലേ? അച്യുതം പറഞ്ഞു, നാളെ നല്ലൊരു ദിവസമാണ്. ഞാൻ നോക്കിയിട്ട് എല്ലാം കൂടെ നല്ലൊരു ദിവസമാണ്. ഒരു ജ്യോതിഷൻ വെച്ച് പ്രശ്നം വെച്ച് നോക്കിച്ചപ്പോൾ നാളെ ഐശ്വര്യമുള്ള ദിവസമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഉദ്ഘാടനം നടത്തിയേക്കാന്നും വെച്ചു. അപ്പോഴേക്കും ഇന്ദിരാമ്മ അങ്ങോട്ട് വന്നു. ഇന്ദിരാമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, കടയുടെ പേരെന്താണെന്നറിയണോ നിനക്ക്? ഇന്ദിരാ സ്റ്റോഴ്സ് എന്നാണ്. ഇന്ദിരാ സ്റ്റോഴ്സോ? അതെ, അമ്മയുടെ പേരാ കടക്കിട്ടിരിക്കുന്ന ഞാൻ. ആ സമയം ധർമ്മൻ പറഞ്ഞു, അല്ല പേരൊക്കെ ഓക്കെ, ഈ കട എവിടെയായിട്ടാന്ന് ചോദിച്ചു. അത് കേട്ടതും അച്യുതൻ പറഞ്ഞു, കട എവിടെയാ നിൽക്ക് ഇപ്പം പറഞ്ഞിട്ടാണോ മനസ്സിലാവുക? അല്ല എവിടെയാന്ന് അറിയണമല്ലോ, ഒന്ന് അറിഞ്ഞിട്ട് വേണം. എനിക്കെന്തോ അത്ര ഇതാവുന്നില്ല. കാരണം എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണല്ലോ അവിടെ. കട വെക്കാനായിട്ടൊരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കൊട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അതെ, തൽക്കാലത്തേക്ക് നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, അതൊക്കെ നാളെ അറിഞ്ഞാൽ മതി, അതൊക്കെ സർപ്രൈസാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും ഒച്ചതേട്ടാ, കാര്യങ്ങളൊക്കെ അറിയണ്ടേന്ന് ചോദിച്ചു. എന്നിട്ട് മതി ബാക്കി കാര്യം.
അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, എന്താ ധർമ്മേട്ടൻ അറിയണ്ടേ? ഇന്ദിരാമ എന്ന് പേര് വെച്ചൊന്നും ധർമ്മേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ? ധർമ്മേട്ടന്റെ അമ്മയുടെ പേരല്ലേ ഇഷ്ടപ്പെട്ടെ, മിണ്ടാതിരുന്നോണം നീന്നും പറഞ്ഞുകൊണ്ട് സുകന്യയുടെ നിറക്ക് കൈ ഓങ്ങിക്കൊണ്ട് ചെന്നു. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ആ സമയം ഇന്ദിരാമ ചോദിച്ചു, എന്താണ് മോനെ, എന്താ നിന്റെ കുഴപ്പം എന്താ? അമ്മ അതല്ല, അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ കടയിൽ കാണാന്ന് പറഞ്ഞു. കട എവിടെയാ എങ്ങനെയാന്നും എനിക്കറിയില്ല. അപ്പൊ ഞാനും കൂടെ അറിയണ്ടേ? ഞാനല്ല കടയിൽ ഇരിക്കാൻ പോകുന്നേ. ഇന്ദിരാമ്മ പറഞ്ഞു, അത് പിന്നെ നാളെ അറിഞ്ഞ പോരേടാ മോനെ, ഇവര് സർപ്രൈസ് ആയിട്ട് വെച്ചോണ്ടിരിക്കല്ലേ. ഇന്ദിരാമ്മയ്ക്കും അറിയില്ല കോമതി സ്റ്റോഴ്സിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഈ കട വരുന്നതെന്നുള്ള കാര്യങ്ങള്. ധർമ്മൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അടുക്കില്ല. അതുകൊണ്ടാണ് അച്യുതൻ മറച്ചു വെക്കുന്നത്. നാളെ ഉദ്ഘാടനത്തിന് സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു നിലപാടായിരുന്നു അച്യുതനും. സുകന്യ പറഞ്ഞു, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാനെല്ലാം ധർമ്മേണ്ണെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെയാണ് സുകന്യ പറയണതും. ധർമ്മൻ എന്തോ വല്ലാത്തൊരു ടെൻഷനായി. നാളെ തൻ്റെ കടയുടെ ഉദ്ഘാടനമാണ്. ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു കട. ഇതിനു മുമ്പ് ഗോമതി സ്റ്റോഴ്സിൽ എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷേങ്കിൽ പറയണ്ടേ അവിടെ ഗോമതി സ്റ്റോഴ്സിൽ ബാലേട്ടനോട് ആരുടെയും ഒന്ന് പറയണ്ടേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ, ഇതിനു മുമ്പ് ഗോമതി സ്റ്റോഴ്സിൽ ഉപ്പും ചോറും നിന്ന് വളർന്നതല്ലേ. അപ്പൊ പിന്നെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ധർമ്മന് വല്ലാത്തൊരു ടെൻഷനാ. ചേച്ചിയോടെങ്കിലും പറയണം എന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആരൊക്കെ കണ്ടാലും ശരി കണ്ടില്ലേലും ശരി പറയാൻ തന്നെ ധർമ്മൻ തീരുമാനിച്ചു. ആ സമയത്ത് മിത്ര മുറിയിലിരിക്കുന്ന സമയത്താണ് മീനു അങ്ങോട്ട് ചെല്ലുന്നത്. മീനു എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്ന് ശ്രീദേവി ചേച്ചിയെ കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ മിത്രയ്ക്ക് ഭയങ്കര ആകാംക്ഷ, പാപം നല്ല സങ്കടമുണ്ട്. ശരിക്കും മെലിഞ്ഞു പോയിട്ടോ, ആഹാരം പോലും നേരെ ചൊവ്വെ കഴിക്കുന്നില്ല എന്ന് തോന്നേ. അല്ല എന്നിട്ട് ദേവി ചേച്ചി എന്ത് പറഞ്ഞു? ദേവി ചേച്ചിക്ക് ഇങ്ങോട്ട് വരണമെന്നാ. ഭയങ്കര വിഷമത്തില, എന്നോട് സങ്കടം പറഞ്ഞ് കരയുമായിരുന്നു. അതെ മിത്രേ, നമുക്ക് എങ്ങനെയെങ്കിലും ദേവി ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതാ എനിക്ക് അറിയില്ലാത്ത. എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലോ, കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച്. നല്ല കഥയായി. ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചി അങ്കളൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മീനു ചേച്ചിക്കോ? ഒരു കാരണവശാലും ഇല്ല, എതിർക്കത്തല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ നിന്നെ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് കഴിയുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. ശരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീദേവിയെ മീനു ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. മിത്ര അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ കോള് ശ്രീദേവി അറ്റൻഡ് ചെയ്യുക. ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി. മോളെ മീനു, മിത്ര എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഉണ്ട്, ഞാൻ മിത്രയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ മിത്ര കുറച്ച് സമയം സംസാരിച്ചു. പിന്നീട് മീനു ഫോൺ വാങ്ങി. ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഉറപ്പായിട്ടും ഏട്ടത്തി ഞങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും, ധൈര്യമായിട്ടിരിക്കുക. കുറച്ച് കാലതാമസം വേണ്ടി വരും, എന്നാലും ഏട്ടത്തി അവിടെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഗോമതിയുടെ വരവ്. ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മീനിന് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല. ഗോമതി ആരാ ഫോണിൽ? അത് പിന്നെ എൻ്റെ ഓഫീസിലുള്ള ഒരു ചേച്ചി എന്ന് പറഞ്ഞു. അല്ല ഏട്ടത്തി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കേട്ടല്ലോ. അത് ഏട്ടത്തിയൊന്നും അല്ല. അപ്പോഴേക്കും ശ്രീദേവിക്ക് മനസ്സിലായി അമ്മ മുറിയിലേക്ക് വന്നെന്ന്. അമ്മയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ഗോമതിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ. ആ സമയം ഗോമതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ എങ്ങാനോ വിളിക്കുന്നെങ്കിലുണ്ടല്ലോ മീനു, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനെന്നൊക്കെയാ നിന്റെയൊക്കെ മോഹമെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മുളയിലെ ആഗ്രഹം ഒന്ന് ഉള്ളുന്നത് നല്ലതാണ്. അതും പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെട്ടു പോയി. ഇതെല്ലാം ശ്രീദേവി കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രീദേവി കോള് കട്ടുകയും ചെയ്തു. മീനുവിനും മിത്രയ്ക്കും ഭയങ്കര സങ്കടമായി. ശ്രീദേവി ചേച്ചി കേട്ട് കാണല്ലോ, ഒന്നുകൂടെ പാവത്തിന് സങ്കടമായി കാണും എന്നൊക്കെയൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് ധർമ്മം മുറ്റത്തിറങ്ങി. ദേവമംഗലത്ത് ആരെയും കാണുന്നില്ലോ, ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് പറയായിരുന്നു നാളത്തെ കടയിൽ കാണത്തെ പറ്റി. ചേച്ചി എങ്ങാനും കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ നോക്കണ സമയത്താണ് ബാലൻ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ധർമ്മം നോക്കി, അളിയൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അളിയനോട് പോയി പറയണോ? ഒന്ന് പറഞ്ഞാലോ നാളെ തൻ്റെ കടയിൽ കാണാവാന്ന് എന്നൊരു പറയാതെ എങ്ങനെയാ? അളിയൻ്റെ അനുഗ്രഹം മേടിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ധർമ്മൻ എന്ത് ചെയ്തു? ബാലൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കടയിൽ കാണത്തെ കുറിച്ച് പറയാനായിട്ട് പോകാൻ ഒരുങ്ങുവാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരും നമുക്ക് കണ്ടറിയാം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.